വെൽക്കം ബാക്ക് ടു ബിയോണ്ട് ബോർഡേഴ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് സിമ്പിൾ ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു വിഷു ലുക്കാണ്. ഈ ഒരു മേക്കപ്പ് ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കീപ്പ് ഓൺ വാച്ചിങ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു. ഓക്കെ, അപ്പൊ നമുക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം അധികം വൈകിക്കാതെ. ഞാൻ സാരിയാണ് കേട്ടോ ഇടുന്നത്. സോ ഞാൻ ബ്ലൗസ് മാത്രമാണ് ഇപ്പൊ ഇട്ടിട്ടുള്ളൂ. മേക്കപ്പ് കഴിഞ്ഞ ശേഷം നമുക്ക് സാരി ഇടാം. ഞാൻ ആദ്യം എന്റെ ഫേസ് ഒക്കെ ഒന്ന് വാഷ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇതാണ് എന്റെ ബെയർ ഫേസ് വിതൗട്ട് മേക്കപ്പ്. ഞാൻ എന്റെ ഹെയർ ഓൾറെഡി സെറ്റ് ചെയ്തു. അപ്പൊ ആ ഒരു പരിപാടി ഇല്ല. ഞാൻ എപ്പോഴും ആദ്യം ഹെയർ സെറ്റ് ചെയ്തിട്ടാണ് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാറുള്ളത്. അപ്പൊ ഫസ്റ്റ് ആയിട്ട് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ആണ് എംബ്രിയോളിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്രോഡക്റ്റ്. ഡെയിലി യൂസ് ചെയ്യാറില്ല, എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ ഞാനിത് യൂസ് ചെയ്യും. അത് ഭയങ്കര ഹൈഡ്രേറ്റഡ് ആക്കും ഫേസിനെ. എത്ര ഡ്രൈയിങ് ആയിട്ടുള്ള ഫേസ് ആണെങ്കിലും എനിക്കിത് നന്നായിട്ട് വർക്കാവും. പക്ഷെ ഒരു ലൈറ്റ് ഒരു ഓയിലി ഇതുണ്ട്. സോ ഭയങ്കര സെൻസിറ്റീവ് സ്കിന്നാണ്. നമുക്ക് ഒരു ആക്റ്റീവ് ആക്നി ഒക്കെ ഉണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ ഈ ഒരു സ്റ്റെപ്പ്. അപ്പം പക്ഷെ എനിക്കിത് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം. ഏത് ഒരു മേക്കപ്പ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു ബേസ് വേണം. സോ ഞാൻ അതിന് നമ്മളുടെ ഈ പോഴ്സ് ഒക്കെ എനിക്കിപ്പോൾ ഒരുപാട് എന്താ പറയുക പോഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു പ്രൈമർ യൂസ് ചെയ്യണത് സ്മാഷ് ബോക്സിൻ്റെ ആണ് കേട്ടോ. അയ്യോ, അപ്പോൾ അത് നമുക്കിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടോ, അത്രത്തോളം ഞാൻ ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാറില്ല. മുന്നേ ഒന്നും ഞാൻ പ്രൈമർ യൂസ് ചെയ്യുന്ന ഒരാളല്ലായിരുന്നു. ബട്ട് ഈ ഇടയായിട്ട് ഞാൻ നന്നായിട്ട് പ്രൈമർ യൂസ് ചെയ്തിട്ട് മാത്രമേ ഇടുള്ളൂ. കാരണം അത് നമുക്കൊരു നല്ല ബേസ് മാത്രമല്ല, നമ്മൾ അപ്ലൈ ചെയ്യുന്ന പ്രോഡക്ട്സ് ഒക്കെ ഒരുപാട് ഇൻഗ്രീഡിയൻസോ കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. സോ നമ്മുടെ ഫേസിലെ സ്കിന്നിലെ ഒരു പ്രൊട്ടക്ഷൻ പോലെയും അത് വർക്കാവും. അതുകൊണ്ടും കൂടെയാണ് ഞാൻ ഇത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഞാൻ ഈ ഒരു സൺസ്ക്രീൻ ആണ് യൂസ് ചെയ്യാറുള്ളത്. നല്ല വെയിലൊക്കെ ഉള്ള ദിവസമാണെങ്കിൽ. ഇവിടെ ഇപ്പൊ അതിന്റെ ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇത് സ്കിപ്പ് ചെയ്തത് കേട്ടോ. ഇനി ഞാൻ എപ്പോഴും ഈ സ്ട്രോബ് ക്രീം യൂസ് ചെയ്യും. എനിക്ക് എക്സ്ട്രാ ഗ്ലോ വേണം, ഒരു ഷൈനി ഒരു സംഭവം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇത് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത് എനിക്ക് ഞാൻ ഇങ്ങനെ സ്പെഷ്യൽ ഡേയ്സ് ഒക്കെ ആണെങ്കിൽ മാത്രം ഞാൻ ഇത് യൂസ് ചെയ്യാറുണ്ട്. ഇത് ഇടുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു നല്ല വിത്തിൻ ഗ്ലോ എനിക്ക് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഇത് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കമ്പയർ ചെയ്താൽ മനസ്സിലാവും സ്റ്റാർട്ടിംഗ് ഉള്ളതും ഇപ്പോഴത്തെ ഫേസും. നല്ല കറക്ഷൻ ചെയ്ത് കൊടുക്കാം. സോ എനിക്ക് ഇവിടെ പിമ്പിൾ വന്നിട്ട് ഇവിടെ പാടൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് കവർ ചെയ്യണം. അതിന് മേലെയാണ് നമ്മൾ ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കുന്നത്. 2 കൺസീലർ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഒന്ന് ടാർട്ടയുടെ ആണ്. ഇത് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കൺസീലർ ആണ് കേട്ടോ. ഇത് ഞാൻ എൻ്റെ ഷെയ്ഡിലുള്ളതാണ്. ഷെയ്ഡ് നമ്പർ വന്നിട്ട് 420 എന്നാണ് ഈ ഒരു ഷെയ്ഡിന്റെ പേര്. സോ നിങ്ങൾക്ക് ട്രൈ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ അതേ സ്കിൻ ടോൺ ആണെങ്കിലൊക്കെ യു ക്യാൻ ഗിവ് ഇറ്റ് എ ട്രൈ. എക്സസ് ആയിട്ടുള്ളത് കളഞ്ഞിട്ട് ജസ്റ്റ് ഈ കോർണറിലും ഇവിടെയും ഞാൻ ഇങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാറ്. അതുപോലെ ഈ കോർണറിലും ഇവിടെയും. പിന്നെ നമുക്ക് എവിടെയാണ് ആവശ്യം എന്നുള്ളത് അഗെയിൻ കുറച്ച് പ്രോഡക്റ്റ് പിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഡോട്ട് ചെയ്തിട്ട് വെക്കാം. ഞാൻ എപ്പോഴും ഈ ഐ ലിഡിലും ഇട്ട് കൊടുക്കാറുണ്ട്. എനിക്ക് അവിടെയും കൂടെ ഇടുമ്പോഴാണ് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഫിനിഷിങ് കിട്ടുക. ഞാൻ എപ്പോഴും അതിടും. ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം ഇത് ഒരു കുറച്ച് സമയം ഒരു 2-3 സെക്കൻഡ്സ് ഒക്കെ ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പൊ ഞാൻ ഈ ഒരു ബ്രഷാണ്. ഈ ബ്രഷ് വന്നിട്ട് IT ബ്രഷസ് ഫോർ അൾട്ട. ഇത് നല്ലൊരു ബ്രഷാണ് കേട്ടോ. ഇത് 2 സൈഡ് വരുന്നുണ്ട്. സോ ഇതാണ് കൺസീലറിന് അവർ പറയുന്നത്. പക്ഷെ ഞാൻ ഈ സൈഡ് അധികം യൂസ് ചെയ്യാറില്ല. ഞാൻ ഈ ഒരു ഏരിയ വെച്ചിട്ട് തന്നെയാണ് അത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. സോ ഞാൻ ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് വരാം. ഓക്കെ, അപ്പൊ അത് നൈസായിട്ട് ബ്ലെൻഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും ലാൻകോം തന്നെയാണ് കേട്ടോ. എനിക്ക് ഇത് വാങ്ങിച്ചതിന് ശേഷം ഞാൻ ഇതിന്റെ തന്നെ കൺസീലറും ഇതാണ് യൂസ് ചെയ്യുന്നത്. അധികം ട്രാൻസ്ഫർ ഒക്കെ ആവാത്തത് കൊണ്ടും പിന്നെ ആക്നി സേഫ് ആണ്. അതുകൊണ്ട് എനിക്ക് ബ്രേക്ക് ഔട്ട്സ് ഒന്നും ഉണ്ടാകുന്നില്ല ഇത് യൂസ് ചെയ്യുമ്പോൾ. അതുകൊണ്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് നമുക്കൊരു നല്ല ഐറ്റം കിട്ടിയാൽ പിന്നെ അതിൽ തന്നെ ഹോൾഡ് ഓൺ ചെയ്യുന്നതാണ് നല്ലത് നമ്മുടെ സ്കിന്നിന്. പ്രത്യേകിച്ച് സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിൽ. എനിക്കൊക്കെ സെൻസിറ്റീവ് സ്കിന്നാണ്. അപ്പൊ അതുകൊണ്ട് കുറെ ഓപ്ഷൻസ് ഒന്നും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റില്ല. ഞാൻ യൂസ് ചെയ്ത ഫൗണ്ടേഷനിലെ ദ ബെസ്റ്റ് ഫൗണ്ടേഷൻ എന്ന് ഞാൻ ഇതിനെ പറയും. ഞാൻ നോർമലി ഡെയിലി ഒരു പുറത്ത് പോവുകയാണെങ്കിലും എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഒരു സ്മോൾ ഫംഗ്ഷൻ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാൻ അധികം ഈ ഫൗണ്ടേഷൻ യൂസ് ചെയ്യാറില്ല കേട്ടോ. ഞാൻ അധികം കൺസീലർ വെച്ചിട്ടാണ് ജസ്റ്റ് എൻ്റെ എന്താ പറയാ ഡാർക്ക് സർക്കിൾസും ഇതൊക്കെ ഒന്ന് കവർ ചെയ്ത് ജസ്റ്റ് ഒന്ന് കുട്ടപ്പനാവേ ഉള്ളൂ. പിന്നെ ഈ ബ്രഷ് ഭയങ്കര ഈസിയാണ് ബ്ലെൻഡ് ചെയ്യാൻ. ലൈക്ക് നമുക്ക് ഒരുപാട് സമയം എടുക്കണ്ട. കണ്ടോ, നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ. പെട്ടെന്ന് നമ്മൾ ജസ്റ്റ് തൊടുമ്പോൾ തന്നെ അതങ്ങനെ അങ്ങ് ബ്ലെൻഡ് ആയി പോകും. അപ്പോൾ ഇങ്ങനത്തെ ഒരു നല്ല ബ്രഷ് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലതാണ്. ഞാൻ നല്ല സമയം എടുത്ത് കുറേ നേരം ഇത് ബ്ലെൻഡ് ചെയ്ത് ആ ഒരു അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു ഫൗണ്ടേഷൻ ഇട്ട ഫീൽ ഒരുപാട് ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. മുഖത്ത് ഇങ്ങനെ പൊട്ടിയടിച്ച പോലെ ഉണ്ട്. സോ ക്യാമറയിൽ നല്ലതായിരിക്കും, പക്ഷെ നേരിട്ട് ഇൻ പേഴ്സൺ ഡ്രസ് ഉണ്ടാവില്ല എന്നൊക്കെ പറയും. സോ എനിക്കിങ്ങനെ ഒരുപാട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുമ്പോൾ എനിക്കൊരു നല്ല ഫിനിഷിങ് കിട്ടും. സോ എനിക്ക് ആ സാറ്റിസ്ഫൈഡ് ആവുന്നവരെ ഞാൻ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഐ മേക്കപ്പ് ചെയ്യാം.
അപ്പൊ ഞാൻ വിചാരിക്കുകയാണ് എന്റെ സാരി ഒരു ഗോൾഡനും ഒരു ബ്ലാക്ക് ബ്ലൗസും ആണ് വരുന്നത്, ഒരു ഗോൾഡൻ ആൻഡ് ബ്ലാക്ക് ഷെയ്ഡ് ആണ്. സോ ഞാൻ വിചാരിക്കുകയാണ് കണ്ണും അത് കണക്ക് ഒരു ഗോൾഡൻ ആൻഡ് ഒരു ബ്ലാക്ക് മിക്സ് ആയിട്ട് കൊടുക്കാം. പിന്നെ നമ്മളുടെ ഒരു ഫംഗ്ഷൻ അല്ലേ, അപ്പോൾ ഒന്ന് നല്ല ഒരു ഗ്ലിറ്റർ ഒരു ഐ ലുക്കാണ് ഞാൻ ഇന്ന് വിചാരിക്കുന്നത്. അപ്പം ഐ ലുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് ടാർട്ടേന്റെ ഈ ഒരു ഹൈലൈറ്റിംഗ് കൺസീലർ ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ആദ്യം അതിനെ ഇവിടെ ഡോട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ചെറിയൊരു എമൗണ്ട് മതി. നമ്മളുടെ ആ ഐ ലുക്കിന്റെ കളർ ഉണ്ടല്ലോ, അത് ഇത് ഒന്നുകൂടെ ഹൈലൈറ്റ് ചെയ്യും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. കുറെ ആൾക്കാർ അണ്ടർ ഐയിലൊക്കെ നമുക്ക് ബ്രൈറ്റൺ ചെയ്യാന്, അതുപോലെ നമുക്ക് നോസ് എവിടെയെങ്കിലും ബ്രൈറ്റൺ ചെയ്യണമെങ്കിൽ നമ്മളുടെ ഷെയ്ഡിനെക്കാളും ഒരു ഷെയ്ഡ് കൂടുതലുള്ള ഒരു കൺസീലറാണ് യൂസ് ചെയ്യേണ്ടത്. എന്റെ ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് T45 മീഡിയം സാൻഡ് ആണ് ഈ കളർ വന്നിട്ട്. സോ ഒരു ട്രാൻസിഷൻ കളർ പോലെ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു പിങ്ക് ടോണിലുള്ള കളറാണ്. അത് ജസ്റ്റ് ഈ ഒരു ക്രീസിൽ മാത്രമാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്, ഈ ഒരു ഏരിയ. ഇനി ഞാനൊരു ഡാർക്ക് ബ്രൗൺ, ഈ ഒരു ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് ഈ ഒരു എൻഡിൽ മാത്രമായിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഞാൻ ഈ ഒരു ഗോൾഡൻ ഷെയ്ഡ് കൈ കൊണ്ടാണ് എടുക്കുന്നത് കേട്ടോ. കൈ കൊണ്ട് എടുത്തിട്ട് ഇതിന്റെ ഈ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് ടു മിഡിൽ വരെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ കൊടുക്കുകയാണ്. എക്സാക്ട്ലി ഈ ഒരു ഗോൾഡൻ കളറാണ് എൻ്റെ സാരിക്ക്. അപ്പം ഞാൻ ഒരു യെല്ലോയിഷ് ഗോൾഡ് ഈ സ്റ്റാർട്ടിങ്ങിൽ ഞാനത് കൊടുക്കുകയാണ്. ജസ്റ്റ് മിഡിൽ വരെ, ഈ സൈഡിലേക്ക് പോണ്ട, ജസ്റ്റ് ഇൻ ദ മിഡിൽ ആൻഡ് ഇന്നർ കോർണർ ഈ ഒരു ഹൈലൈറ്റില്. ഞാൻ എത്ര ബ്രഷ് വെച്ചിട്ട് ചെയ്താലും എനിക്ക് കൈ വെച്ചിട്ട് ഗ്ലിറ്റേഴ്സ് അപ്ലൈ ചെയ്യുമ്പോഴാണ് ഒരു നല്ല ഫിനിഷിങ് കിട്ടാറ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഏകദേശം ഡൺ ആണ്. ഇനി ഞാനൊരു നല്ല ഒരു ചെറിയൊരു ബ്രഷ് എടുക്കാണ് കേട്ടോ. ഒരു ബ്ലാക്കിനെ ഈ എൻഡിൽ മാത്രം ഞാൻ ഒന്ന് ഷാർപ്പണാക്കി ഈ ഒരു കളറ് എടുത്തു നിൽക്കുന്ന പോലെ ചെയ്യാണ്. ഇങ്ങനെ സ്മോക്ക് ഔട്ട് ചെയ്ത് കൊടുക്കുക ഈ ഒരു എൻഡിൽ. അപ്പോൾ ഒരു നല്ലൊരു സ്മോക്ഡ് ലുക്ക് കിട്ടും. അതേപോലെ നമുക്ക് ഇവിടെയും ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിന്റെ ഈ താഴെ ഭാഗത്ത് നമുക്ക് വേറൊരു കളർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒരു ബ്രൗൺ, നേരത്തെ യൂസ് ചെയ്ത ബ്രൗൺ അല്ല, ബട്ട് ഒരു വേറൊരു ബ്രൗൺ ആണ്. ഞാനത് ഈ ഒരു എൻഡിൽ കൊടുക്കാണ്. പിന്നെ എക്സസ് എപ്പോഴും ഇങ്ങനെ തട്ടിക്കളയാം, അല്ലെങ്കിൽ ഇങ്ങോട്ടൊക്കെ വീഴും. അടുത്തത് ഈ കണ്ണിലും അതുപോലെ ചെയ്ത് കൊടുക്കാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്നർ കോർണറിൽ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. അതിന് ഞാൻ ഈ ഒരു ഗോൾഡൻ ഷെയ്ഡ് തന്നെയാണ് എടുക്കുന്നത്. സോ നോർമലി ഞാൻ എൻ്റെ ഐബ്രോസ് ഐഷാഡോ പാലറ്റിൽ നിന്ന് ഒരു ഡാർക്ക് കളർ എടുത്തിട്ടാണ് ചെയ്യാറ്. സോ ഇതിലൊരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് ഉണ്ട്. അതൊന്ന് ഞാൻ ലൈറ്റ് ആയിട്ട് പിക്ക് ചെയ്യുള്ളൂ. കാരണം എനിക്ക് അധികം ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഫേസിന് ചേരാത്ത പോലെ. എന്നിട്ട് ഈ സെന്ററിൽ നിന്നാണ് ഞാൻ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അത് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ എന്നിട്ട് ലൈറ്റ് ആയിട്ട് ഇങ്ങോട്ടേക്കും കൂടെ ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മേലേക്ക് ഇങ്ങനെ ആക്കുക. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഷോർട്സ് ഓർ ഇനി വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യൂ. അപ്പം ഞാനത് ക്രിയേറ്റ് ചെയ്യാം. സോ ഇങ്ങനത്തെ ഒരു ആംഗുലർ ബ്രഷാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഈ പുരികം കൂടെ ചെയ്തിട്ട് വരാം. ഇനി ഐബ്രോസിനെ ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് കോസാസിന്റെ ഐബ്രോ ജെല്ലാണ് യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് അത് ഇൻ പ്ലേസ് ആയിട്ട് ഇങ്ങനെ ഇരിക്കും. ഒരു രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള ഫംഗ്ഷൻ ഒക്കെ ആണെങ്കിലും നമുക്ക് ആ ഒരു ഡിഫൈൻഡ് ആയിട്ട് ഇങ്ങനെ, എനിക്ക് കുറച്ച് ഒരു നല്ല ഉയർന്ന് ഇരിക്കുന്ന ടൈപ്പ് ഓഫ് പുരികം ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇതിനെ ഇപ്പൊ ഇങ്ങനെ കോമ്പ് ചെയ്ത്, ഇപ്പൊ പുതിയ വന്ന ശീലമാണ് കേട്ടോ. മുന്നേ ഞാൻ ഇങ്ങനെ ഒന്നും ചെയ്യാറില്ല. ബട്ട് അത് ചെയ്യുമ്പോൾ എനിക്കൊരു ഇഷ്ടമാണ് അങ്ങനെ ചെയ്യുന്നത്. സോ നമ്മളിങ്ങനെ ജസ്റ്റ് കോംപ് ചെയ്ത് വെക്കാം. ഇത് ഈവനിങ് വരെ നമുക്ക് അങ്ങനെ കിട്ടും. ഇനി വെരി ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ്, നമ്മൾ എപ്പോൾ ഫൗണ്ടേഷൻ പോലുള്ള പ്രോഡക്ട്സ് യൂസ് ചെയ്താലും നമുക്ക് ഇങ്ങനെ ഒരു കോൺടോർ സ്റ്റിക്ക് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നിക്സിന്റെ ആണ് കേട്ടോ. 2-in-1 ആണ്. ഈ സൈഡിൽ ഹൈലൈറ്ററും വരുന്നുണ്ട്, ഈ സൈഡിൽ കോൺടോറിങ്ങും ആണ് വരുന്നത്. അപ്പം ഞാൻ എൻ്റെ നോസ് കട്ടിങ്ങും ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിക്കാം. ഇത് ബിഗിനർ ആണെങ്കിൽ കുറച്ച് കഷ്ടമായിരിക്കും, ബട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ ഇട്ട് കൊടുത്തു, ഇവിടെ ഒരു ലൈൻ ഇട്ടു, ഇവിടെ കൊടുത്തു. കാരണം നമ്മളെ ലിപ്സിനെ ഒന്ന് പ്ലംപ് ചെയ്യാനാണ് ഞാൻ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ജസ്റ്റ് ഇവിടെ ഈ ഒരു ഏരിയയിൽ ജസ്റ്റ് ഒരു കുറച്ച് മതി കേട്ടോ, ഇത്രയും മതി, കുറേ ഒന്നും വേണ്ട. പിന്നെ നിങ്ങൾക്ക് ഡബിൾ ചിൻ ഉണ്ട്, അല്ലെങ്കിൽ കട്ട് ചെയ്യണം, ഒരു സ്നാച്ച്ഡ് ലുക്ക് വേണമെങ്കിൽ ജസ്റ്റ് അണ്ടർ യുവർ ജോ ലൈൻ. സോ ഒരിക്കലും മേലെ അപ്ലൈ ചെയ്യരുത്, താഴെ. ഞാൻ ജസ്റ്റ് കുറച്ചൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനൊന്ന് ബ്ലെൻഡ് ചെയ്യാം നോസിന്റെ ഏരിയയിലൊക്കെ. ഇത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊടുക്കുകയാണ്.
ഇത് ഞാൻ ഡെയിലി ചെയ്യുന്ന ഒരു മെത്തേഡോ അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പോ ഒന്നും അല്ല കേട്ടോ. ഞാനിങ്ങനെ പ്രോഗ്രാം ഒക്കെ ഉണ്ടാകുമ്പോൾ മാത്രം ചെയ്യുന്നതാണ്. ഇനി നിക്സിന്റെ ഈ പ്രൊഡക്റ്റ് നല്ല അടിപൊളി പ്രൊഡക്റ്റ് ആണ്. പെട്ടെന്ന് തന്നെ ബ്ലെൻഡ് ആവും. അപ്പൊ നമുക്ക് അധികം അങ്ങനെ ചിലതൊക്കെ ഇട്ടാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ബ്ലെൻഡ് ചെയ്യാൻ. ബട്ട് ഇത് കണ്ടോ പെട്ടെന്ന് അങ്ങ് ബ്ലെൻഡ് ആയി പോയി. നോർമലി ഞാൻ എന്റെ മസ്കാര നന്നായിട്ട് ഇട്ട് കൊടുക്കും. പക്ഷെ ഇന്ന് ഞാൻ ഈ ഒരു മഷിയാറ്റോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡ് ഹൗസ് ഓഫ് ഫ്ലാഷസ് എന്ന് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് ഞാൻ വെക്കുന്നുണ്ട് എക്സ്റ്റൻഷൻ. അപ്പം അത് കാരണം കൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കേൾ ചെയ്ത് ഒരേ ഒരു കോട്ടിങ് മാത്രം ഈ ഒരു മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കാണ്. ഇത് ലാഷ് പ്രിൻസസ് എന്ന് പറഞ്ഞിട്ട് എസെൻസിന്റെ ആണ് കേട്ടോ. ഇത് ഇന്ത്യയിൽ അവൈലബിൾ ആണ്. ബട്ട് എനിക്ക് തോന്നുന്നത് ആമസോണിലാണ്. ഞാൻ നാട്ടിലുള്ളപ്പോഴും ഇത് തന്നെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. താഴത്തെ ഐ ലാഷസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ ഞാൻ പെട്ടെന്ന് തന്നെ പോയിട്ട് ഐ ലാഷസ് സ്റ്റിക്ക് ചെയ്തിട്ട് വരാം. ഓഫ് ക്യാമറയാണ് ചെയ്യുന്നത്, ഇല്ലെങ്കിൽ ഈ ഒരു വീഡിയോ നല്ല ലെങ്ത് പോകും. അപ്പോൾ ചെയ്തിട്ട് വരാം. അപ്പൊ ഐലാഷസ് ഇട്ടിട്ട് ഞാൻ തിരിച്ചു വന്നിരിക്കുകയാണ്. അടുത്ത സ്റ്റെപ്പ് നമ്മളുടെ ബ്ലഷ് ഇടാം. അപ്പോ ബാക്കിയെല്ലാം സെറ്റായി. ഇനി നമുക്ക് ബ്ലഷ് ഇട്ട് കൊടുക്കാം. റെയർ ബ്യൂട്ടിയുടെ ആണ് കേട്ടോ ഇത്. ഇതിലെ ബിലീഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. ഈ ഷെയ്ഡ് കിട്ടിയതിനു ശേഷം മുതൽ വിത്ത് മേക്കപ്പ് ഓർ വിത്തൗട്ട് മേക്കപ്പ് എല്ലാം ഞാൻ ഇങ്ങനെ ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇത് മാർസിന്റെ ബ്രഷ് ആണ് കേട്ടോ. BRF01 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രഷ് ആണ്. ഞാൻ ഈ ഒരു ഏരിയയിലേക്ക് കൊടുക്കുന്നില്ല. എനിക്കൊരു ലിഫ്റ്റഡ് ലുക്കാണ് വേണ്ടത്. സോ ഞാൻ ഇവിടെ തൊട്ട് ഇവിടെ വരെ ആ ഒരു ഗ്യാപ്പിലാണ് ഫിൽ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നോസിൽ ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് സെന്റർ ഇങ്ങനെ ഒരു ഇത് കൊടുക്കാറുണ്ട്. പിന്നെ ചിന്നില് ബ്ലഷിന്റെ കാര്യത്തിൽ ഞാൻ ബ്ലൈൻഡ് ആണ്. കുറെ ഇങ്ങനെ ഇടും ഞാൻ. പക്ഷെ ഇത് കുറച്ച് സമയം കഴിഞ്ഞാൽ ഇത് ഇത്രയും ഒന്നും നമുക്ക് ഇന്റൻസിറ്റി ഉണ്ടാവില്ല കേട്ടോ. അത് നമുക്ക് സ്കിന്നിൽ ബ്ലെൻഡ് ആയി പോകും. സോ ഇപ്പൊ ഭയങ്കരമായിട്ട് കാണുന്നത് മൈൻഡ് ചെയ്യണ്ട. ഞാൻ ഈ കണ്ണിന്റെ ഈ ഒരു സൈഡിക്കും ഇങ്ങനെ കയറ്റി ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പൊ ഓൾമോസ്റ്റ് നമ്മളുടെ മേക്കപ്പ് ഒക്കെ കഴിയാറായി. ഇനി എന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് അല്ല, ലാസ്റ്റ് ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഐക്കോണിക്കിന്റെ ഇല്ലുമിനേറ്റർ ആണ്. ഇതൊരു ഗ്ലാസ് സ്കിൻ എഫക്റ്റ് കിട്ടും. എനിക്കെന്നെ മനസ്സിലാവും. ഇപ്പോൾ കണ്ടോ ഒരു ഡോട്ടിൽ തന്നെ അത് ഭയങ്കരമായിട്ട് ബ്രൈറ്റൺ അപ്പ് ചെയ്യും. സോ ഞാൻ ഇവിടെ ലൈറ്റ് ആയിട്ട്, പിന്നെ ഈ ഒരു കോർണറിൽ ഐബ്രോയുടെ താഴെയും ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുക്കാറുണ്ട്. ഇനി ഇതിനെ ബ്ലെൻഡ് ചെയ്യാം. കണ്ടോ കുറച്ച് പ്രോഡക്ട്സ് വന്നാൽ തന്നെ അത് ഭയങ്കരമായിട്ട് ഒരുപാട് കിട്ടും. സോ ഞാൻ അതിന്റെ ഒരു ചെറിയ സാമ്പിൾ പാക്കാണ് വാങ്ങിച്ചത്. പക്ഷെ അതിപ്പോഴും കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ ഈ സാമ്പിൾ പാക്ക് വാങ്ങിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് ഉപയോഗിക്കാന്ന് വിചാരിച്ച് വാങ്ങിച്ചതാണ്. പക്ഷെ സാമ്പിൾ പാക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ബ്ലെൻഡ് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഹാർഷ് ലൈൻസ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മളത് ആ ഒരു ഇത് പോകുന്നവരെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കട്ടെ. ഐ തിങ്ക് ഫേസിലെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി വെരി ഇമ്പോർട്ടൻ്റ് ഒരു സ്റ്റെപ്പാണ്. അതെന്താണെന്ന് എല്ലാവർക്കും അറിയാലോ അല്ലേ. ഞാൻ വിചാരിക്കുന്നത് ഒരു ബ്രൗണിഷ് ഒരു ലിപ്പ് കൊടുത്തിട്ട് സെൻട്രൽ ഒരു പിങ്ക് ടോൺ വരുന്ന പോലെ ചെയ്യാനാണ്. അടുത്ത് ഞാൻ അതിലേക്ക് സെഫോറിന്റെ ഒരു ലിപ്പ് ലൈനർ ആട്ടോ യൂസ് ചെയ്യുന്നത്. ഒരു ബ്രൗൺ ഷെയ്ഡാണ്. ലിപ്പ് ലൈനർ ആണെങ്കിലും നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യണം. എനിക്കങ്ങനെ ഒരുമാതിരി ഹാർഷ് ലൈൻസ് ഇഷ്ടമല്ല. ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് ചെയ്യാറ്. ഇനി ഇത് സെഫോറേൻ്റെ ഒരു ലിപ്സ്റ്റിക് ആണ്. ഇതൊരു ബ്രൗൺ ഒരു ഷെയ്ഡാണ്. ഞാൻ ജസ്റ്റ് ഡ്രാഗ് ചെയ്യാതെ ഇങ്ങനെ ജസ്റ്റ് കൊടുക്കാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇങ്ങനത്തെ ഒരു ലുക്കാണ് കിട്ടുന്നത്. ഇനി ഞാൻ സെന്ററിൽ ഞാൻ എല്ലാം മിക്സ് ചെയ്തിട്ടാണ്. സോ നിങ്ങൾക്ക് ഒരേ ഒരു ഷെയ്ഡ് വെച്ചിട്ടാണെങ്കിൽ എനിക്ക് പറഞ്ഞറിയില്ല, കാരണം ഞാൻ ഇങ്ങനെയൊക്കെയാണ് മിക്സ് ചെയ്യാറ്. ഇനി നമുക്ക് സെന്ററിലായിട്ട് ഈ മാക്കിന്റെ ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് എക്സസ് കളയാം. ഐ തിങ്ക് എൻ്റെ ഫേസ് മേക്കപ്പ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഞാൻ എന്തായാലും സാരിയും കൂടെ മാറ്റിയിട്ട് ഫുൾ ലുക്ക് എങ്ങനെയുണ്ടെന്ന് കാണിക്കാം. ഹെയർ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഞാൻ കേൾ ചെയ്തിരിക്കുകയാണ്. അപ്പം ഹെയർ ഞാൻ മിക്കവാറും ലൂസ് ഹെയർ തന്നെയാണ് ഇടുന്നത്. അപ്പം ആ ഒരു ഹെയർ ബാൻഡൊക്കെ മാറ്റി ഡ്രസ്സ് മാറിയിട്ട് ഞാൻ ഇപ്പോൾ വരാം. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഞാൻ ഈ സാരി മാറ്റിയിട്ട് വന്നു. പിന്നെ ദാ ഈ ഒരു വാച്ച് കെട്ടി
പിന്നെ 2 ഇയറിങ്സ് ഇട്ടു, പൊട്ട് വെച്ചു. അപ്പോൾ അത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ കമന്റിൽ ഇട്ടാൽ മതി, ഞാൻ അതിൽ റിപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ ഓക്കെ, അടുത്ത ഒരു ട്യൂട്ടോറിയലോ ബ്ലോഗോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കാണാം. ബൈ.